കക്കോടി വന്നു അശ്വിനെ തടയൂ, വിട്ടുവിടുന്നത് വേല. ഒന്ന് 925 ആഗസ്റ്റ് 9 ലക്നൌവിൽ നിന്ന് കുറച്ചു ദൂരെ കക്കോറിയം ആലം നഗരം തമ്മിലുള്ള ട്രെയിനിൽ കൊണ്ടുപോകുന്ന സർക്കാർ ഖജാന കവർന്നു. ഈ ഖജാന കവർന്നവർ ഏതെങ്കിലും കള്ളന്മാരോ അല്ല, മറിച്ച് ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യജിക്കാൻ തയ്യാറായ യുവാക്കളായിരുന്നു. അവരിൽ രാംപ്രസാദ് ബിസ്മിൽ, ചന്ദ്രശേഖർ ആസാദ്, അഷ്ഫാഖുല്ല ഖാൻ എന്നിവരും അവരുടെ കൂട്ടുകാരും ചേർന്ന് കക്കോരി സംഭവത്തിന് നേതൃത്വം നൽകി. ചാവി കൊടുക്കൂ, നോക്കൂ, നിങ്ങൾ രക്ഷപ്പെടാൻ കഴിയില്ല. ചാവി എങ്കിൽ എന്റെ കയ്യിൽ ചാവിയില്ല ജനുവരി. ഞാൻ നോക്കിക്കൊള്ളാം, നീ പണമെടുക്കൂ, പോകൂ, ചെല്ലൂ. ഇവ യുവ വിപ്ലവകാരികൾക്ക് ഈ ഖജാനി കവർച്ച ചെയ്ത് നേടേണ്ടത് എന്തായിരുന്നു? ഇംഗ്ലീഷ് ഭരണത്തെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ? നമുക്കൊരു പ്രാവശ്യം ചരിത്രം 100 വർഷം പിന്നോട്ട് കൊണ്ടുപോകാം. ഈ കഥ തുടങ്ങുന്നത് ഒരു കിഷോർ ബാലനിൽ നിന്നാണ്. അവൻ ജീവിതപഥം മറന്നുപോയിരുന്നു. നമ്മുടെ കയ്യിൽ നല്ല ആയുധങ്ങളില്ല, പണം പോലില്ല. നമസ്കാരം, ഞാൻ ഹർപ്രീത് കൗറാണ്. 18, 100, 90, 77 ജൂൺ 11 ഉത്തർപ്രദേശിലെ ഒരു പട്ടണമായ ഷാജഹാൻപൂരിലെ ഹിർണിബാഗ് മഹല്ലയില് ഒരു കുഞ്ഞു ജനിച്ചു. അവന് പേരിട്ടത് രാംപ്രസാദ്. ബാല്യത്തിൽ രാംപ്രസാദിനെ ഒരു പ്രാദേശിക പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു. എന്നാ ഹിന്ദി പഠിക്കണമെന്ന് അദ്ദേഹം വളരെ ആവേശത്തോടെ ആഗ്രഹിച്ചു. പക്ഷേ അച്ഛൻ ഉറുദു മീഡിയത്തിലൂടെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനാൽ അവനെ ഷാജഹാൻപൂരിലെ ഇസ്ലാമിയ സ്കൂളിൽ ചേർത്തു. അച്ഛൻ മകനെ പഠിക്കാൻ അയച്ചതായിരുന്നു. പക്ഷേ മകൻ മദ്രസയിലെ വിദ്യാർത്ഥികളോടൊപ്പം കളിക്കാൻ തുടങ്ങി. കൂടാതെ റൊമാൻറ്റിക് കവിതകളുടെ പുസ്തകങ്ങളും വില കുറഞ്ഞ സ്റ്റാർ നോവലുകളും വായിക്കുന്നതിൽ ചില മോശം ശീലങ്ങൾ പിടിച്ചു. ഉറുദുവിൽ 7ാം ക്ലാസ്സിലെ 2 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ അവന് നഗരത്തിലെ മിഷൻ സ്കൂൾ എന്ന ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. മിഷൻ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ് 1ാം റാങ്കിൽ പാസ്സായ ശേഷം അദ്ദേഹം ഷാജഹാൻപൂരിലെ സർക്കാർ സ്കൂളിൽ ചേർന്നു. പക്ഷേ മനസ്സിൽ കുടുങ്ങിയ ഭാഷയുടെ കാരണത്താൽ തന്റെ ഉപനാമം വിസ്മിലായി വെച്ചു. താഴ്ന്ന നിലവാരമുള്ള നോവലുകൾ വായിക്കുന്നതിൽ അടിമയായിരുന്നു. പക്ഷേ വാങ്ങാൻ പണമില്ലായിരുന്നു. അതിനാല് ഇവർ വീട്ടിൽ നിന്ന് കവർച്ച ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇവർ പുസ്തകങ്ങൾ കൊണ്ടുവന്നിരുന്ന കടക്കാരന് ഇത് മനസ്സിലായി. കടക്കാരൻ ഇവരുടെ അച്ഛനോട് പരാതി പറഞ്ഞു. അതിനാൽ ഇവർ അവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങുന്നത് നിർത്തി. എന്നാൽ ഈ സമയത്ത് ഇവർ സിഗരറ്റും ഭാങ്ങും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇവർക്ക് സിഗരറ്റ് വലിക്കുന്നതിൽ അത്രയും വലിയ അടിമപ്പിടി ഉണ്ടായിരുന്നു. ഒരു ദിവസത്തിൽ 50 മുതൽ 60 വരെ സിഗരറ്റുകൾ വലിക്കാറുണ്ടായിരുന്നു. കുടുംബം അതിനാൽ വളരെ വിഷമത്തിലായിരുന്നു. ഇവരുടെ വീട്ടിന് സമീപമുള്ള ഒരു ആര്യസമാജ ക്ഷേത്രത്തില് ഒരു മുൻഷിജ് താമസിച്ചിരുന്നു. അവർക്ക് ഈ കാര്യം അറിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ രാംപ്രസാദ്, നോവലുകൾ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാനൊരു പുസ്തകം തരാം, അതും വായിച്ചോളൂ. മുൻഷിജ് രാംപ്രസാദിന്റെ കയ്യിൽ യാർത്ഥ പ്രകാശം നൽകി. അതിനുശേഷം രാംപ്രസാദ് തക്കത്തിൽ കമ്പൽ വിരിച്ച് ഉറങ്ങാൻ തുടങ്ങി. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. വെറും ലഹരിയല്ല, സത്യാർത്ഥ പ്രകാശ് വായിച്ചതിനു ശേഷം മതത്തിലും ദേശഭക്തിയിലും അത്രയും വലിയ ആസക്തി ഉണ്ടായി. രാത്രി ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. പകലിൽ കഴിക്കുന്ന ഭക്ഷണത്തിലും ഉപ്പുമില്ലാത്ത പച്ചക്കറി, പരിപ്പ് എന്നിവ മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. മുളക്, പുളി എന്നിവ മുഴുവനായി ഉപേക്ഷിച്ചു. പിന്നെ കൂടുതൽ സമയം ആര്യസമാജ ക്ഷേത്രത്തിൽ ചെലവഴിക്കാൻ തുടങ്ങി. മനസ്സിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. നമ്മുടെ ദേശം എങ്ങനെ അടിമയായി മാറി? ഒരു ദിവസം രാംപ്രസാദിന്റെ മുസ്ലിം സുഹൃത്ത് അഷ്ഫാഖുല്ല ഖാൻ അവനെ കാണാൻ ഷാജഹാൻപൂരിലെ ആര്യസമാജ ക്ഷേത്രത്തിലെത്തി. അഷ്ഫാഖ് തന്റെ പഴയ സുഹൃത്തിനെ ശാരീരികമായ മനോഭാവത്തിൽ ചില വരികൾ പറഞ്ഞു. ആരറിയാം ഈ ആഗ്രഹം പ്രണയത്തിന്റെ ലക്ഷ്യത്തിലാണോ? ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന ആഗ്രഹം പിന്നെ ഹൃദയത്തിൽ കണ്ടത്. അത്തരം വരികൾക്ക് വാഹ് എന്ന് പറഞ്ഞ് രാംപ്രസാദ് പുഞ്ചിരിച്ചു. അഷ്ഫാഖിന് അതല്പം അസ്വസ്ഥതയുണ്ടാക്കി. അപ്പോൾ ഒന്നും പറയാതെ രാംപ്രസാദ് ബിസ്മിൽ പറഞ്ഞു, സർഫിരോഷയുടെ ആഗ്രഹം ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. കാണാം എത്ര ശക്തിയുണ്ട് ഈ കൊലയാളിയുടെ ചിറകിൽ. ഇത് കേട്ട അഷ്ഫാഖ് അതീവ ആവേശഭരിതനായി ബിസ്മിലിനെ അണചുമ്മി. അഷ്ഫാഖിനും സത്യാർത്ഥ പ്രകാശ് വായിക്കാൻ നൽകി. അങ്ങനെ അഷ്ഫാഖും സ്വയം വിപ്ലവത്തിന്റെ ബലിവേദിയിൽ അർപ്പിക്കാൻ തയ്യാറായി. ഇരുവരും ഗാന്ധിജിയുടെ അസഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രഭാവിതരായിരുന്നു. ഗാന്ധിയുടെ വഴി പിന്തുടർന്ന് സ്വാതന്ത്ര്യം നേടാമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു.
പക്ഷേ ഈ ചിന്ത ഉടൻ തന്നെ മറവിയിലായി. കാരണം ഇത് 1922 വർഷമായിരുന്നു. ആ വർഷം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയില് ചൗരി ചൗര എന്ന ഗ്രാമത്തില് ഒരു സംഭവം ഉണ്ടായി. പോലീസ് അസഹകരണ പ്രസ്ഥാനത്തിലെ ദേശഭക്തരുടെ ജുലൂസിന് നേരെ വെടിവെച്ചപ്പോ കോപം നിറഞ്ഞ ജനക്കൂട്ടം ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷനിൽ തീവെച്ചു. 10ഓളം പോലീസുകാർ കൊല്ലപ്പെട്ടു. ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി അസഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന പലരെയും അത്യന്തം കോപത്തിലാക്കി. അതുകൊണ്ട് നിരാശനായ ഒരു യുവാവായിരുന്നു രാംപ്രസാദ് ബിസ്മിൽ. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വളരെ പ്രഭാവിതനായിരുന്നു. എന്നാൽ അദ്ദേഹം കോൺഗ്രസിന്റെയും ഗാന്ധിജിയുടെയും രീതികളോട് യോജിച്ചിരുന്നില്ല. അതിനാലാണ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചത്. പേര് നൽകി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ബിസ്മിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയപ്പോൾ വ്യക്തമായി എഴുതിയിരുന്നു, നമ്മുടെ ലക്ഷ്യം വിപ്ലവത്തിന്റെ ശക്തിയിൽ ഇന്ത്യയെ അമേരിക്കൻ മാതൃകയിൽ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആക്കുക എന്നതാണ്. ബിസ്മില് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷന്റെ മാനിഫെസ്റ്റോ അങ്ങനെ തയ്യാറാക്കിയത് കൊണ്ടാണ് ചന്ദ്രശേഖർ ആസാദ്, അഷ്ഫാഖുല്ല ഖാൻ എന്നിവരും അതിൽ നിന്ന് വളരെ പ്രഭാവിതരായത്. ഇതിന്റെ ഫലമായി ബംഗാളിലും വടക്കൻ സംസ്ഥാനങ്ങളിലും ചില പുതിയ സംഘടനകൾ രൂപം കൊണ്ടു. ഇവരുടെ ലക്ഷ്യവും അതേ തന്നെയായിരുന്നു, സ്വാതന്ത്ര്യം. ഇപ്പോ വിപ്ലവം നടത്തിയത് കൊണ്ട് തോക്കുകൾക്കും ആവശ്യമുണ്ടായി. അതിനായി പണം വേണം. നമ്മുടെ കയ്യിൽ നല്ല ആയുധങ്ങളില്ല, പണവും ഇല്ല. അംഗ്രേജുകളുടെ ഭയത്തിലാ ആളുകൾ സംഭാവന നൽകാൻ ഭയപ്പെട്ടിരുന്നു. അതിനാൽ ആദ്യം ഇവര് തീരുമാനിച്ചത് സമ്പന്നരെയും ധനികരെയും കവർച്ച ചെയ്യാമെന്നായിരുന്നു. പക്ഷേ അതിലൂടെ സംഘടനയ്ക്ക് ദുഷ്പേര് വരികയായിരുന്നു. അതിനാൽ ബിസ്മിലിന്റെ നേതൃത്വത്തിൽ ഇനി മുതൽ ഇന്ത്യൻ വരെ കവർച്ച ചെയ്യില്ല, ഇന്ത്യയെ കവർച്ച ചെയ്യുന്ന ആംഗ്രേജുകളെയാണ് കവർച്ച ചെയ്യുക എന്ന് തീരുമാനിച്ചു. താക്കൂരി കേസിന്റെ പദ്ധതിയും അങ്ങനെ രൂപം കൊണ്ടു. ഒരു ദിവസം ബിസ്മിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒരു തൂത്തിൽ കൊണ്ടുവന്ന് ട്രെയിൻ ഗാർഡിന് നൽകി. ഗാർഡ് ആ തൂത്തി ഒരു പെട്ടിയിൽ വെച്ചു. ഇത് കണ്ട ബിസ്മിൽ സിന്ധു കവർച്ച ചെയ്യാനുള്ള പദ്ധതി തയ്യാറാക്കി. പാർട്ടി ഓഫീസിലെത്തി അദ്ദേഹം തന്റെ കൂട്ടുകാരോട് ഈ കാര്യം പറഞ്ഞു. ട്രെയിൻ കവർച്ചയുടെ മുഴുവൻ പദ്ധതി തയ്യാറാക്കി. താക്കൂരിയിൽ ട്രെയിൻ കവർച്ച നടന്നു. എത്തിപൊളിച്ച് 3 കെട്ടുകളിൽ തൂത്തി പിരിച്ചു വെച്ചു. പിന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഇടയില് അവരിൽ ഒരാളൊരു ചാദർ അവിടെ തന്നെ വിട്ടുപോയി. തഹസിൽക്കായി പോലീസ് എത്തിയപ്പോ അവർക്ക് ആ ചാദർ കിട്ടി. ചാദറില് ധോബി, വസ്ത്രം കഴുകുന്നവൻ ഇന്റെ അടയാളം ഉണ്ടായിരുന്നു. അതിലൂടെ പോലീസ് കണ്ടെത്തിയത് ഈ ചാദർ ഷാജഹാൻപൂരിൽ കഴുകിയതാണെന്ന്. അവിടെ പോയി അന്വേഷിച്ചപ്പോ ചാദർ ബനാർസി ലാലിന്റേതാണെന്ന് കണ്ടെത്തി. ബനാർസി ലാല് ബിസ്മിലിന്റെ കൂട്ടുകാരനായിരുന്നു. പോലീസ് ഭീഷണിപ്പെടുത്തിയപ്പോ അവൻ മുഴുവൻ കഥയും പറഞ്ഞു. ഈ കേസിൽ പോലീസ് റെയ്ഡ് നടത്താൻ തുടങ്ങി. പിന്നെ 1925 സെപ്റ്റംബർ 26 രാത്രിയില് ബിസ്മിലിനെ അറസ്റ്റ് ചെയ്തു. ഇതിനു പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40 ക്രാന്തികാരികളെ കൂടി അറസ്റ്റ് ചെയ്തു. രാമപ്രസാദ് ബിസ്മിൽ, രാജേന്ദ്രനാഥ് ലഹിഡി, അഷ്ഫാഖുല്ല ഖാൻ, താക്കൂർ റോഷൻ സിംഗ് എന്നിവർക്ക് ഫാസി ശിക്ഷ വിധിച്ചു. ഇതിനു പുറമെ 12 ക്രാന്തികാരികൾക്ക് 5 മുതൽ 10 വർഷം വരെ ശിക്ഷയും ലഭിച്ചു. ഇവരിൽ പലരുടെയും ശിക്ഷ പിന്നീട് ജീവപര്യന്തം തടവായി മാറ്റി. ഇതിന് 8 മാസം കഴിഞ്ഞ് 1927 ഡിസംബർ 19 രാമപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, താക്കൂർ റോഷൻ സിംഗ് എന്നിവരെ ഫാസി ചെയ്തു. രാജേന്ദ്രനാഥ് ലഹിഡിയെ അതിന് 2 ദിവസം മുമ്പ്, അതായത് ഡിസംബർ 17 തന്നെ ഫാസി ചെയ്തു. ഈ വിപ്ലവ കഥകൾ നമ്മുടെ മഹത്വമുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവരെല്ലാവരും നിർഭാഗ്യവശാൽ മഹാന്മാരാണ്. ഇന്നിവർ നമ്മോടൊപ്പം ഇല്ലെങ്കിലും അവരുടെ കഥകൾ എപ്പോഴും നമ്മോടൊപ്പം തുടരും. ബിസ്മിൽ ജയിലിൽ ഇരിക്കുമ്പോൾ എഴുതിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ അവസാന ഭാഗം വായിച്ചാൽ ആ സമയത്തും സാധാരണ ഹിന്ദുസ്ഥാനി ഇന്നത്തെ പോലെ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ത്യജിക്കാൻ തയ്യാറായവർ വളരെ കുറവായിരുന്നു. ബിസ്മിൽ എഴുതുന്നു, ഞാൻ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അനേകം ശ്രമങ്ങൾ നടത്തി, പക്ഷെ പുറത്തുനിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല. ഇതാണ് ഹൃദയത്തിൽ വേദനയാകുന്നത്. ഞാൻ ഇത്ര വലിയ വിപ്ലവ പ്രസ്ഥാനം ആരംഭിച്ച ദേശത്തുനിന്ന് തന്നെ എനിക്ക് ജീവൻ രക്ഷിക്കാൻ സഹായം ലഭിച്ചില്ല. ഒരു റിവോൾവർ പോലും കിട്ടിയില്ല. ഒരു യുവാവും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അവസാനം ഞാൻ തൂക്കിലാകുകയാണ്. പക്ഷേ അതിലെനിക്ക് യാതൊരു ഖേദവുമില്ല. കാരണം ദൈവത്തിന് ഇങ്ങനെ ആകണമെന്ന് തന്നെ മനസ്സിലായി.
പണ്ഡിറ്റ് രാം പ്രസാദ് ബിസ്മൽജിയുടെ ബലിദാനത്തിന് ആര്യ സമാജം ശതശത നമനം അർപ്പിക്കുന്നു.